ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി കണ്ടിട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കാൻ കഴിയാത്തത്. അപ്പോൾ എന്തായാലും എല്ലാ ടെക്നിക്കൽ ഇഷ്യൂസും മാറിയിട്ടുണ്ട്. ഇതിന് തുടർച്ചയായി നിങ്ങൾക്ക് തീർച്ചയായും ക്ലാസ്സുകൾ എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ നമുക്കൊരു സന്തോഷ വാർത്തയിലൂടെ തന്നെ പോകാം. എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ICC ചാമ്പ്യൻസ് ലീഗ് വീണ്ടും ഇന്ത്യക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ക്ലാസ്സിലേക്ക് കിടക്കാം. 2025 ICC ചാമ്പ്യൻ ട്രോഫി കിരീടം. 2025 ICC ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യയാണ് 2025 ICC ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയിരിക്കുന്നത്. അപ്പൊ ഇതോടുകൂടി ഏറ്റവും കൂടുതൽ ICC ചാമ്പ്യൻ ട്രോഫി നേടുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. എന്താണ്? ഏറ്റവും കൂടുതൽ ICC ചാമ്പ്യൻ ട്രോഫി നേടുന്ന രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു. ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഈ കിരീട നേട്ടം കൈവരിക്കുന്നത്. ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? ന്യൂസിലാൻഡിനെ. ഓർക്കുക, വ്യക്തമായിട്ട് തന്നെ ഓർത്തിരിക്കുക, ഫൈനലിൽ ന്യൂസിലാൻഡിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 2025 ICC ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ത്യയുടെ മൂന്നാമത് ചാമ്പ്യൻസ് ട്രോഫി കിരീടം കൂടിയാണിത്. എത്രാമതാണ്? മൂന്നാമത്. ഇന്ത്യയുടെ മൂന്നാമത് ചാമ്പ്യൻസ് ട്രോഫി കിരീടം കൂടിയാണിത്. ഇപ്പൊ 2025 കൂടാതെ 2002, 2013 വർഷങ്ങളിൽ ചാമ്പ്യനും ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയായിരുന്നു. അത് 2002 ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായിരുന്നു ഇന്ത്യ. എങ്ങനെയായിരുന്നു? 2002 ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായിരുന്നു. അതായത് 2002 രണ്ട് ജേതാക്കൾ ഉണ്ടായിരുന്നു, ഇന്ത്യയും ശ്രീലങ്കയും. ഓർക്കുക, ഇന്ത്യയുടെ മൂന്നാമത് ICC ചാമ്പ്യൻ ട്രോഫി കിരീടമാണ് 2025 നമുക്ക് ലഭിച്ചത്. 2002, 2013, 2015, 2025 വർഷങ്ങളിലാണ് ഇന്ത്യ ICC ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടുന്നത്. 2002 ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായിരുന്നു ഇന്ത്യ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടുന്ന ടീമായി ഇന്ത്യ മാറുകയാണ്. എന്താണ്? ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടുന്ന ടീമായി ഇന്ത്യ മാറി. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ടീമുകളുടെ എണ്ണം, എത്ര ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്? 8 ടീമുകളാണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ടീമുകളുടെ എണ്ണം 8 ആയിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫി വേദി പാകിസ്ഥാൻ. ഇത് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതാണ്. പാകിസ്ഥാൻ ആയിരുന്നു വേദി. പക്ഷേ ഇന്ത്യൻ മത്സരങ്ങൾക്ക് വേദിയായത് എവിടെയാണ്? ദുബായ് ആണ്. ഇന്ത്യൻ മത്സരങ്ങൾക്ക് വേദിയായത് ദുബായ് ആണ്. നമ്മൾ പാകിസ്ഥാനുമായിട്ട് അത്ര നല്ല സ്വരത്തിലല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തില്ല? ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ പോയി കളിച്ചില്ല. പകരം ഇന്ത്യൻ മത്സരങ്ങൾ നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? ദുബായിൽ വെച്ചിട്ടായിരുന്നു. ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. നമുക്ക് ചോദിക്കാം, 2025 ICC ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യയുടെ മത്സരങ്ങൾ, ഫൈനൽ മത്സരം നടന്നത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരുന്നു. വേദി തിരിഞ്ഞു പോകരുത്, വേദി പാകിസ്ഥാനാണ്. 2025 ICCയുടെ വേദി പാകിസ്ഥാനാണ്. ഇന്ത്യൻ മത്സരങ്ങൾക്ക് വേദിയായത് എവിടെയായിരുന്നു? ദുബായ് ആണ്. ഇന്ത്യൻ മത്സരങ്ങൾക്ക് വേദിയായത് ദുബായ് ആണ്. നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ. നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു കിരീടഗാഥ നോക്കാം. ICC ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യൻ പുരുഷ ടീമിന്റെ കിരീട വിജയങ്ങൾ ഇതുവരെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. 1983 ഏകദിന ലോകകപ്പ്. 1983 ഏകദിന ലോകകപ്പ് നേടിയത് ഇന്ത്യയായിരുന്നു. ക്യാപ്റ്റൻ ആയിരുന്നത് നമ്മുടെ സ്വന്തം കപിൽ ദേവ് ആണ്. നമുക്ക് ഈ പേരിൽ സിനിമ തന്നെ ഉണ്ടല്ലേ, 1983. നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ മറക്കാനാകാത്തൊരു വർഷമാണ് 1983 എന്ന് പറയുന്നത്. 1983 ഏകദിന ലോകകപ്പ്, ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് ഇന്ത്യ നേടുകയാണ് കപിൽ ദേവിന്റെ ക്യാപ്റ്റൻസിയിൽ. 2002 ചാമ്പ്യൻസ് ട്രോഫി. 2002 ചാമ്പ്യൻസ് ട്രോഫി ഏകദിനം. ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയിരിക്കുകയാണ്. ആരൊക്കെ തമ്മിൽ? ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായി. ശ്രീലങ്കയ്ക്കൊപ്പം ഇന്ത്യ സംയുക്ത ജേതാക്കളായി മാറുന്നു 2002. ക്യാപ്റ്റൻ ആയിരുന്നത് നമ്മുടെ സൗരവ് ഗാംഗുലി ആയിരുന്നു. 2007 2020 ലോകകപ്പ്. 2007 2020 ലോകകപ്പ്. 2020 വേൾഡ് കപ്പ് നേടുന്നത് 2007 നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നത് MS ധോണിയാണ്.
അപ്പൊ കൃത്യമായി പഠിച്ചിരിക്കുക. 1983 ഏകദിന ലോകകപ്പ് നേടുന്നു കപിൽ ദേവ് ആയിരുന്നു ക്യാപ്റ്റൻ. 2002 ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായി. ഏതിലായിരുന്നു? ചാമ്പ്യൻസ് ട്രോഫിയിൽ സംയുക്ത ജേതാക്കളായി. ക്യാപ്റ്റൻ ആയിരുന്നത് നമ്മുടെ സൗരവ് ഗാംഗുലി ആയിരുന്നു. 2007 2020 ലോകകപ്പ് നേടുന്നു ക്യാപ്റ്റൻ MS ധോണി. 2011 ഏകദിന ലോകകപ്പ് ക്യാപ്റ്റൻ ആയിരുന്നത് MS ധോണിയാണ്. 2011 ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ നേടി ക്യാപ്റ്റൻ ആയിരുന്നത് MS ധോണി. 2013 വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി കിട്ടിയിരിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫി ഏകദിനം ക്യാപ്റ്റൻ ആയിരുന്നത് MS ധോണി തന്നെയാണ്. 2013 ചാമ്പ്യൻസ് ട്രോഫി ഏകദിനം നേടുന്നു ക്യാപ്റ്റൻ ആയിരുന്നത് MS ധോണി. 2024 2020 ലോകകപ്പ് നേടുന്നു. 2024 2020 വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യയാണ്. ഓർക്കുക, 2024 ക്രിക്കറ്റ് 2020 വേൾഡ് കപ്പ് ചാമ്പ്യൻ ആയത് ഇന്ത്യയാണ്. രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ അടുത്തത് 2025 ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നു. 2024 നടന്നത് 2020 വേൾഡ് കപ്പാണ്. അതും ഇന്ത്യ തന്നെയാണ് നേടിയത്. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിനം ചാമ്പ്യൻ ആയത് ഇന്ത്യയാണ്. രോഹിത് ശർമ്മ തന്നെയായിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് വിജയഗാഥയാണ് നമ്മൾ ഈ പറഞ്ഞത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1983 മുതൽ 2025 വരെ ഇന്ത്യ നേടിയ നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത, സുപ്രീം കോടതി മുൻ ജഡ്ജി വി രാമസ്വാമി അന്തരിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്ന വി രാമസ്വാമി അന്തരിച്ചു. ഈ വി രാമസ്വാമിക്ക് നമ്മുടെ കേരള PSCയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നേരിട്ട ഒരു ജഡ്ജിയാണ് ആര്? വി രാമസ്വാമി. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ്, നമുക്കറിയാം നമ്മുടെ ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയും ഒക്കെ എന്താണ് സർവീസിൽ നിന്നും പുറത്താക്കണമെങ്കിൽ ഒന്നുകിൽ അവർ രാജിവെച്ച് പോകണം, അല്ലെ? ഒന്നുകിൽ അവർ രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ എന്താണ് പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റ് മുഖേനയാണ്. ഇംപീച്ച്മെന്റ് മുഖേന. അപ്പോൾ അത്തരത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നേരിട്ട ജഡ്ജിയാണ് വി രാമസ്വാമി എന്ന് പറയുന്നത്. പക്ഷേ ഓർക്കുക, നാളിന്നത് വരെ ഇന്ത്യയിൽ ഒരു ജഡ്ജിയെയും അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസിനെയും ഇംപീച്ച്മെന്റ് മുഖേന പുറത്താക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒരു പക്ഷെ നമുക്ക് ചോദ്യം വരാം, ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നേരിട്ട് പുറത്തായ ജഡ്ജി ആര് എന്ന് ചോദ്യം വരാം. അവിടെ നമുക്ക് വി രാമസ്വാമി കാണും, ഇവയൊന്നുമല്ല എന്നൊരു ഓപ്ഷനും കാണും. കൃത്യമായിട്ട് നമ്മൾ കർപ്പിക്കുക, ഇവയൊന്നുമല്ല. കാരണം എന്താണ്? വി രാമസ്വാമി ഇംപീച്ച്മെന്റ് നേരിട്ടിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. വി രാമസ്വാമി ഇംപീച്ച്മെന്റ് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇംപീച്ച്മെന്റ് വിജയിച്ചില്ല, ഇംപീച്ച്മെന്റ് പാസ്സായില്ല. അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. അദ്ദേഹം സർവീസിൽ തുടരുകയാണ് ചെയ്തത്. നമുക്ക് നോക്കാം. സുപ്രീം കോടതി മുൻ ജഡ്ജി വി രാമസ്വാമി അന്തരിച്ചു. 1989 മുതൽ 94 വരെ 1989 മുതൽ 94 വരെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യ ജഡ്ജിയാണ്. എന്താണ്? ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യ ജഡ്ജിയാണ്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ഔദ്യോഗിക ദുരുപയോഗവും സാമ്പത്തിക ദുർവിനിയോഗവും നടത്തിയെന്ന ആരോപണത്തിന്മേലാണ് 1993 നടപടികൾ നേരിട്ടത്. എന്താണ്? 1993 ഹൈക്കോടതി ജഡ്ജി ആയിരുന്നപ്പോഴല്ല, പിന്നെന്താണ്? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെയാണ്. ഒരു പക്ഷെ ചോദ്യം തിരിച്ചും വരാം. എന്താണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കെയാണ് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടത് എന്ന് വരാം. ആണോ? അല്ല. പിന്നെ എവിടെയാണ്? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെയാണ് അദ്ദേഹത്തിന് എന്ത് ഔദ്യോഗിക ദുരുപയോഗവും സാമ്പത്തിക ദുർവിനിയോഗവും നടത്തിയെന്ന ആരോപണത്തിന്മേൽ നടപടികൾ നേരിട്ടത്. എന്ത് നടപടി? ഇംപീച്ച്മെന്റ് നടപടി. ഏത് വർഷം? 1993 ഔദ്യോഗിക വസതിയിൽ അമിതമായി ചെലവഴിച്ചത് പാർലമെന്ററി കമ്മിറ്റി തെളിവുകൾ കണ്ടെത്തിയിരുന്നു. എന്ത് ചെയ്തു? ഔദ്യോഗിക വസതിയിൽ അമിതമായി സമയം ചെലവഴിച്ചു. എന്നാൽ കോൺഗ്രസും സഖ്യകക്ഷികളും ഇംപീച്ച്മെന്റ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ലോക്സഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകാതെ പോയത്. ആരൊക്കെയാണ്? കോൺഗ്രസും സഖ്യകക്ഷികളും ഇംപീച്ച്മെന്റ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതോടുകൂടി ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ പാസ്സായില്ല. ഹൈക്കോടതി ചേംബറിലേക്ക് ജഡ്ജിമാരെ
ഇരുമ്പ് ദണ്ഡുമായി ജീവനക്കാർ ആനയിക്കണമെന്ന വിവാദ ഉത്തരവിട്ടതും രാമസ്വാമിയായിരുന്നു. എന്തായിരുന്നു? ഹൈക്കോടതി ചേംബറിലേക്ക് ജഡ്ജിമാരെ എങ്ങനെ ആനയിക്കണം? ഇരുമ്പ് ദണ്ഡുമായി ജീവനക്കാർ ആനയിക്കണം എന്ന ഒരു വിവാദ ഉത്തരവിട്ട വ്യക്തി കൂടിയായിരുന്നു ആര്? ജസ്റ്റിസ് രാമസ്വാമി. ഇതെന്ത് ചെയ്തു? മറ്റു ജഡ്ജിമാർ എതിർപ്പറിയിച്ചതോടെ ഇത് നടപ്പായില്ല. അഭിഭാഷകനായ മകൻ സഞ്ജയ് രാമസ്വാമിയെ ഹൈക്കോടതി ജഡ്ജിയാക്കാനുള്ള ശ്രമങ്ങളും വിവാദമായിരുന്നു. ജസ്റ്റിസ് ഫാത്തിമ ബീവി വിയോജനക്കുറിപ്പ് എഴുതിയതോടെയാണ് ഇത് പരാജയപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അഭിഭാഷകനായ മകൻ സഞ്ജയ് രാമസ്വാമിയെ എന്ത് ചെയ്തു? ഹൈക്കോടതി ജഡ്ജിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയ വ്യക്തിയാണ് ആര്? ജസ്റ്റിസ് വി രാമസ്വാമി. ഇത്തരം ഫാക്ടുകൾ നമുക്ക് പറഞ്ഞു പോകുന്നത് ഓർമ്മയിൽ നിൽക്കാനാണ്. ആരാണ് ഇദ്ദേഹം? അദ്ദേഹം എന്തെല്ലാം ചെയ്തു? ചിലപ്പോ പരീക്ഷകൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എക്സാം ഹാളിൽ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്തുന്നത് ചെറിയൊരു ഹിന്റിലായിരിക്കും. ക്ലാസ്സിൽ പറയുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഹിന്റിലൂടെ ആയിരിക്കും നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കേട്ടു പോവുക. ജസ്റ്റിസ് ഫാത്തിമ ബീവി വിയോജനക്കുറിപ്പ് എഴുതിയതോടെയാണ് ഇത് പരാജയപ്പെട്ടത്. ജസ്റ്റിസ് രാമസ്വാമി 1929 ഫെബ്രുവരി 15 ജനിച്ചത്. നമുക്കിത് വരാം. കാര്യം നമ്മൾ അടുത്തിടെ അന്തരിച്ച വ്യക്തികളുടെ ജനന തീയതി വിത്ത് ഡേറ്റ് ഒക്കെ PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളത് കൃത്യമായി പഠിച്ചിരിക്കുക. ഈ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ നോക്കുന്നവർ കൃത്യമായിട്ടും ഈ ഡേറ്റ് ഓർത്ത് വെക്കുക. നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷെ ഇതും വരാം. ജസ്റ്റിസ് രാമസ്വാമി 1929 ഫെബ്രുവരി 15 ജനിച്ചത്. ശ്രീവല്ലിപുത്തൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം മധുരയിലെ അമേരിക്കൻ കോളേജിൽ നിന്ന് ബിരുദം നേടി. തുടർന്ന് മദ്രാസിലെ ലോ കോളേജിൽ നിന്ന് LLB ബിരുദവും നേടി. 1953 ജൂലൈ 13 മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ചേർന്നു. 1953 ജൂലൈ 13 മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ചേർന്നു. 1971 ജനുവരി 31 മദ്രാസ് ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി. 1971 ജനുവരി 31 മദ്രാസ് ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി. 1987 നവംബർ 12 അദ്ദേഹത്തെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും സ്ഥലം മാറ്റി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നിയമിച്ചത്. 1989 ഒക്ടോബർ 6 സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി. 1994 ഫെബ്രുവരി 14 വിരമിക്കുന്നതുവരെ ഈ പദവിയിൽ തുടർന്നു. 1989 ഒക്ടോബർ 6 സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി. 1994 വരെ ഫെബ്രുവരി 14 വിരമിക്കുന്നതുവരെ ഈ പദവിയിൽ തുടർന്നു. നമ്മൾ നോക്കിയായിരുന്നു 1993 അദ്ദേഹത്തിന് ഇംപീച്ച്മെന്റ് നടപടി നേരിടേണ്ടി വന്നത്. അത് പക്ഷേ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കവേ തന്നെയാണ്. പക്ഷെ എന്തിനായിരുന്നു? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ ചില ദുർനടപടികൾ കാരണമാണ്. നമ്മുടെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദുർനടപടികളാണ് 1993 സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കെ ഇംപീച്ച്മെന്റ് നടപടി നേരിടാനുള്ള കാരണമായി മാറുന്നത്. അതൊന്ന് കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. 1994 ഫെബ്രുവരി 14 വരെയാണ് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചത്. 89 മുതൽ 1994 വരെ. ഇനി ഒരു പദ്ധതിയാണ് ഉല്ലാസ്. എന്താണ് ഉല്ലാസ്? 2022 മുതൽ 2020 വരേക്കും നടപ്പിലാക്കിയ ഒരു കേന്ദ്രീകൃത പദ്ധതിയാണ് ഉല്ലാസ്. എന്ന് മുതൽ എന്ന് വരെ? 2022 മുതൽ 2020 വരേക്കും നടപ്പിലാക്കുന്ന ഒരു കേന്ദ്രീകൃത പദ്ധതിയാണ് ഉല്ലാസ്. സമൂഹത്തിലെ എല്ലാവർക്കും ആജീവനാന്ത പഠനം. അപ്പോ എന്താണ് ഉല്ലാസിന്റെ ലക്ഷ്യം? സമൂഹത്തിലെ എല്ലാവർക്കും ആജീവനാന്ത പഠനം. ആജീവനാന്തം പഠിക്കാം. സമൂഹത്തിലെ എല്ലാവർക്കും ആജീവനാന്തം, നമുക്ക് എപ്പോഴൊക്കെ പഠിക്കാൻ തോന്നുന്നോ അപ്പോഴൊക്കെ പഠിക്കാൻ ഒരു അവസരം നൽകുന്ന പദ്ധതിയാണ് ഉല്ലാസ്. ഉല്ലാസ് എന്നാൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. എന്താണ് ഉല്ലാസിന്റെ ഫുൾ ഫോമും? അത് തന്നെയാണ്. എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. അപ്പൊ കൃത്യമായിട്ടും ഉല്ലാസിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നതാണ് ഉല്ലാസിന്റെ പൂർണ്ണരൂപം. സമൂഹത്തിലെ എല്ലാവർക്കും ആജീവനാന്ത പഠനം. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് ഈ ഉല്ലാസ് പദ്ധതി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് ഉല്ലാസ് പദ്ധതി. 2022 മുതൽ 2027 വരെ നടപ്പിലാക്കുന്ന ഒരു കേന്ദ്രീകൃത പദ്ധതിയാണിത്. സമൂഹത്തിലെ എല്ലാവർക്കും ആജീവനാന്ത പഠനം, ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. ഫുൾ ഫോം എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. ക്ലിയർ അല്ലേ?
സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടമായ എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നും 15 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്നവരെ ശാക്തീകരിക്കാനും അവരെ സമൂഹത്തിന്റെ വളർച്ചയിലേക്ക് നയിക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. അപ്പോൾ എന്താണ്? സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടമായ എല്ലാ പശ്ചാത്തലത്തിൽ നിന്നും, എല്ലാ പശ്ചാത്തലം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കാസ്റ്റ് ബേസ് ആയാലും എക്കണോമിക് ബേസിലായാലും ഏത് പശ്ചാത്തലത്തിൽ നിന്നും വരുന്നവർക്കും 15 വയസ്സും അതിൽ കൂടുതലുമുള്ള 15 വയസ്സും കൃത്യമായി ഏജ് ലിമിറ്റ് ഓർത്തിരിക്കുക. 15 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്നവരെ ശാക്തീകരിക്കാനും അവരെ സമൂഹത്തിന്റെ വളർച്ചയിലേക്ക് നയിക്കാനും പദ്ധതിയിടുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ഉല്ലാസ്. ഇതിന് 5 ഘടകങ്ങളുണ്ട്. ഉല്ലാസ് പദ്ധതിക്ക് 5 ഘടകങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഒരു ആ വന്നിട്ടില്ല. അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും. അടിസ്ഥാന സാക്ഷരതയും നൽകുന്നു, സംഖ്യാശാസ്ത്രം മാത്തമാറ്റിക്കലി സംഖ്യാശാസ്ത്രവും പഠിക്കുന്നു. നിർണായക ജീവിത നൈപുണ്യങ്ങൾ എങ്ങനെയൊക്കെ? സാമ്പത്തിക സാക്ഷരത, ഡിജിറ്റൽ സാക്ഷരത, നിയമ സാക്ഷരത, ആരോഗ്യ സംരക്ഷണവും അവബോധവും, ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും, കുടുംബക്ഷേമം മുതലായവ ഉൾപ്പെടുന്നു. എന്താണ്? നിർണായക ജീവിത നൈപുണ്യങ്ങൾ. നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് എന്തിനെയൊക്കെ പറ്റിയുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെ വേണം? നമുക്ക് സാമ്പത്തിക സാക്ഷരത വേണ്ടേ? സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതെങ്ങനെ വിനിയോഗിക്കാമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിജിറ്റൽ സാക്ഷരത ഉറപ്പായിട്ട് വേണം. ഇപ്പോഴത്തെ കാലത്തിൽ ഒരു പേയ്മെന്റ് നടത്തണമെങ്കിൽ തന്നെ എന്താണ്? ചിലയിടങ്ങളിൽ നിന്നും ഇപ്പൊ കാശ് വാങ്ങുന്നില്ല, ഓൺലൈൻ പേയ്മെന്റ് മതി അല്ലേ? അങ്ങനെ ഡിജിറ്റൽ സാക്ഷരത വേണം. നിയമ സാക്ഷരത വേണം. നമ്മൾ എന്തെങ്കിലും ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കെണിയിൽ പെട്ടാലും ഇതിൽ നിന്നും എന്താണ് ചിലരൊക്കെ എന്താണ് നമ്മൾ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്ത് നമ്മുടെ ഒന്ന് കാശ് പറ്റാനുള്ള ചില വഴികളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തിലെങ്കിലും പെട്ടുപോയാലും എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഊരിപ്പോകാനുള്ള വഴികളുണ്ട്. നിയമം അതിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ നിയമസാക്ഷരത ഇപ്പോഴത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ട് അങ്ങോട്ട് കാശ് കൊടുത്തോണ്ടിരുന്ന് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുന്നവരുണ്ട്. അപ്പൊ നിയമസാക്ഷരത വേണം. ആരോഗ്യ സംരക്ഷണവും അവബോധവും വേണം. നമ്മുടെ ആരോഗ്യത്തെ പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഏൽക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ആരോഗ്യ സംരക്ഷണം വേണം. അതിനെപ്പറ്റി ഒരു അവബോധം വേണം. ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണം, എങ്ങനെ അവർക്ക് സംരക്ഷണം നൽകണം, അവരുടെ വിദ്യാഭ്യാസം. പിന്നെന്താണ്? കുടുംബക്ഷേമം. ഇവയെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? നിർണായക ജീവിത നൈപുണ്യങ്ങൾ. ഇതെല്ലാം നിർണായകമല്ലേ? ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകണമെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം. അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക. പിന്നെന്താണ്? വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ പോരാ, ഒരു തൊഴിൽ പഠിപ്പിക്കുക, ഒരു തൊഴിൽ നൈപുണ്യം നൽകുക. പിന്നെന്താണ്? തുടർ വിദ്യാഭ്യാസം. തുടർന്നും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുക. ഇതാണ് ഉല്ലാസിന്റെ പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ. അപ്പോൾ ഉല്ലാസ് കൃത്യമായി പഠിച്ചിരിക്കുക. അടുത്തെന്താണെന്ന് നോക്കാം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻസ് ലീഗ്. അപ്പോൾ നമുക്ക് വീണ്ടും ചെസ്സിലൊരു മുന്നേറ്റം. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആണ് ആര്? ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് വീണ്ടും ചെസ്സിലൊരു മുന്നേറ്റം ലഭിച്ചിരിക്കുകയാണ്. നോക്കാം. പെട്രോവാക്കിൽ നടന്ന ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര്? പ്രണവ് വെങ്കടേഷ്. ആരാണ്? പ്രണവ് വെങ്കടേഷ് ആണ്. പെട്രോവാക്കിൽ നടന്ന ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആര്? എന്താണ്? ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര്? പ്രണവ് വെങ്കടേഷ്. ദൊമ്മരാജു ഗുഗേഷ് ലോക ചാമ്പ്യൻ ആയതിന് പിന്നാലെയാണ് ഇന്ത്യയിലേക്ക് ഒരു ചെസ് കിരീടം കൂടി എത്തുന്നത്. 63 രാജ്യങ്ങളിലെ 12 ഗ്രാൻഡ് മാസ്റ്റർമാർ ഉൾപ്പെടെ 157 താരങ്ങളെ പിന്നിലാക്കിയാണ് 18 വയസ്സുകാരനായ പ്രണവ് ജൂനിയർ ലോക ചെസ് ചാമ്പ്യനായത്. അപ്പോൾ എത്ര പേരെയാണ്? 157 താരങ്ങളെ, 12 ഗ്രാൻഡ് മാസ്റ്റർ ഉൾപ്പെടെ 157 താരങ്ങളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഈ 18 വയസ്സുകാരനായ പ്രണവ് ജൂനിയർ ലോക ചെസ് ചാമ്പ്യനായത്. അപ്പൊ കൃത്യമായിട്ട് ഓർക്കുക, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് പ്രണവ് വെങ്കടേഷ്. പെട്രോവാക്ക് ആയിരുന്നു വേദി.
സ്ലൊവേനിയയുടെ മാറ്റിസ് ലോറൻസിച്ചിനെതിരെ സമനില നേടിയതോടെയാണ് പ്രണവ് കിരീടമുറപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ സ്ലൊവേനിയയിൽ നടന്ന ലോക യൂത്ത് റാപ്പിഡ് ആൻഡ് ബിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ അണ്ടർ 18 വിഭാഗത്തിൽ താരം 2 സ്വർണം നേടിയിട്ടുണ്ട്. 2 വർഷം മുൻപ് ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചതും പ്രണവ് ശ്രദ്ധ നേടി. അപ്പോൾ നമ്മുടെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച ഒരു ചെസ് ചാമ്പ്യൻ കൂടിയാണ് ആര്? പ്രണവ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി ഓർത്തിരിക്കുക, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷ്. ഇന്ത്യയിൽ നിന്നുള്ള 75ാം ഗ്രാൻഡ് മാസ്റ്റർ ആണ് കർണാടക സ്വദേശിയായ പ്രണവ്. 75ാം ഗ്രാൻഡ് മാസ്റ്റർ, ഇന്ത്യയിൽ നിന്നുള്ള 75ാം ഗ്രാൻഡ് മാസ്റ്റർ കൂടിയാണ് പ്രണവ്. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷ് കർണാടക സ്വദേശിയാണ്. വേദി പെട്രോവാർക്ക്, മോണ്ടിനെഗ്രോയിലാണ്. പെട്രോവാർക്ക് എവിടെയാണ്? മോണ്ടിനെഗ്രോയിലാണ്. 2025 പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയത് അരവിന്ദ് ചിദംബരം, തമിഴ്നാടിന്റെ അരവിന്ദ് ചിദംബരമാണ് 2025 പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയത്. ഒന്നും തിരിഞ്ഞു പോകരുത്, വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. 2025 പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയത് അരവിന്ദ് ചിദംബരം. ആരാണ്? അരവിന്ദ് ചിദംബരം. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? പ്രണവ് വെങ്കടേഷ്. ആരാണ്? പ്രണവ് വെങ്കടേഷ്. മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. അടുത്തിടെ അന്തരിച്ച ഗോവ വിമോചന പോരാളി. പോരാളിയാണ് KMK നമ്പ്യാർ. ആരാണ്? KMK നമ്പ്യാർ. അടുത്തിടെ അന്തരിച്ച ഗോവ വിമോചന പോരാളിയാണ് KMK നമ്പ്യാർ. 1955 ഓഗസ്റ്റ് 15 ഗോവയിൽ സത്യാഗ്രഹം നടത്താൻ നിയോഗിക്കപ്പെട്ട സംഘത്തിലെ അംഗമായിരുന്നു. 2025 മാർച്ച് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ആൽഫ്രഡ് വീശിയത് ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിൽ ശക്തമായ മഴയും വെള്ളപ്പൊക്കത്തിനും കാരണമായ ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ്. വ്യക്തമായി ഓർത്തിരിക്കുക, 2025 മാർച്ച് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് എന്ത്? ആൽഫ്രഡ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ആൽഫ്രഡ് വീശിയത് ഓസ്ട്രേലിയയിലാണ്. 434 ദിവസം ലോകം ചുറ്റിയതിനു ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ US സൈന്യത്തിന്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിൽ ഏത്? എന്താണ്? 434 ദിവസം കൊണ്ട് ലോകം ചുറ്റിയതിനു ശേഷം തിരിച്ചെത്തിയ US സൈന്യത്തിന്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിൽ ഏതാണ്? X-37B. ഏതാണ്? X-37B ആണ് 434 ദിവസം ലോകം ചുറ്റിയതിനു ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ US സൈന്യത്തിന്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിൽ. 2023 ഡിസംബറിൽ നാസയുടെ കെന്നഡി ബഹിരാകാശ സെന്ററിൽ നിന്നായിരുന്നു ഇതിന്റെ വിക്ഷേപണം. എന്നായിരുന്നു? 2023 ഡിസംബറിലാണ് X-37B വിക്ഷേപിച്ചത്. എവിടെ നിന്നായിരുന്നു? കെന്നഡി ബഹിരാകാശ സെന്ററിൽ, നാസയുടെ കെന്നഡി ബഹിരാകാശ സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം നടന്നത്. ചൈനീസ് സ്റ്റാർട്ടപ്പായ മോണിക്ക പുറത്തിറക്കിയ പുതിയ AI മോഡൽ. അപ്പൊ ചൈന വളരെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൈനീസ് സ്റ്റാർട്ടപ്പായ മോണിക്ക പുറത്തിറക്കിയ ഒരു AI മോഡലാണ് മാനസ്. എന്താണ്? മാനസ്. ചൈനീസ് സ്റ്റാർട്ടപ്പായ മോണിക്ക പുറത്തിറക്കിയ പുതിയ AI മോഡലാണ് ഏത്? മാനസ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം. ഏതാണ്? നമ്മുടെ പാമ്പൻ പാലമാണ്. രാമനാഥപുരം മണ്ഡലം മുതൽ രാമേശ്വരം വരെ നീളുന്ന നമ്മുടെ പാമ്പൻ പാലം. വ്യോമസേനയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ സന്ദർശിക്കുന്ന ആദ്യ പ്രതിരോധ മന്ത്രിയാണ് നമ്മുടെ രാജ്നാഥ് സിംഗ്. ആരാണ്? നിലവിലെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. വ്യോമസേനയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻസ്. എന്താണ്? വ്യോമസേനയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് ആര്? രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം പുതിയതാണ്. മാധവൻ ടൈഗർ റിസർവ്, മധ്യപ്രദേശ്. അപ്പൊ മധ്യപ്രദേശ് 58ാമത് കടുവ. മാധവൻ ഒരു കടുവയാണ്, മാധവൻ പുലിയാണെന്ന് നമ്മൾ ഇനി പറയരുത്. മാധവൻ എന്താണ്? മാധവൻ കടുവയാണ്. മാധവൻ ഒരു കടുവയാണ്, മധ്യപ്രദേശിലെ കടുവയാണ് മാധവൻ, ഇവിടെ എങ്ങുമല്ല. മാധവൻ ചേക്കിലെ കള്ളനാണെങ്കിൽ മധ്യപ്രദേശിലെ
കടുവയാണ് മാധവൻ. അപ്പോൾ ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മാധവൻ ടൈഗർ റിസർവ്. എന്താണ്? മാധവൻ ടൈഗർ റിസർവ്. 57ാമത് ടൈഗർ റിസർവ് വന്നതും മധ്യപ്രദേശിൽ തന്നെയാണ്. രതപാനി ടൈഗർ റിസർവ്. എന്താണ്? രതപാനി ടൈഗർ റിസർവ്. അപ്പൊ 57ാമത് ടൈഗർ റിസർവ് നിലവിൽ വന്നത് മധ്യപ്രദേശിൽ തന്നെയാണ്. രതപാനി. എന്താണ്? രതപാനി ടൈഗർ റിസർവ്. രത്തൻ ടാറ്റയെ കുറിച്ച് ഡോക്ടർ തോമസ് മാത്യു എഴുതിയ ജീവചരിത്രം. അപ്പോൾ രത്തൻ ടാറ്റ അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രത്തൻ ടാറ്റയെ കുറിച്ച് ഒരു ജീവചരിത്രം എഴുതി. ആരാണ് എഴുതിയത്? ഡോക്ടർ തോമസ് മാത്യു. ആരാണ്? ഡോക്ടർ തോമസ് മാത്യു. ഡോക്ടർ തോമസ് മാത്യു രത്തൻ ടാറ്റയെ പറ്റി ഒരു ജീവചരിത്രം എഴുതി. എന്തായിരുന്നു അത്? രത്തൻ ടാറ്റ എ ലൈഫ്. എന്താണ്? രത്തൻ ടാറ്റ എ ലൈഫ്. അപ്പൊ എങ്ങനായിരുന്നു ചോദ്യം? ചോദ്യം ഇങ്ങനെയും വരാം. രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? ഡോക്ടർ തോമസ് മാത്യു. ആരാണ്? ഡോക്ടർ തോമസ് മാത്യു ആണ് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്